ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 6 പാനൽ കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന നല്ല അടിപൊളി കുർത്തിയാണിത്. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. നൈറ്റി പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 3 മീറ്റർ നൈറ്റി പീസ്. അതിന് ഞാൻ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. താഴ്ഭാഗം ക്ലോസ്ഡ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാനായിട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. മുകളിലൊരു ബോർഡർ ലൈൻ വരച്ചിട്ടുണ്ട്. 44 ആണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ് 44 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ ലെങ്ത്ത് നമ്മൾ സ്ലിറ്റഡ് ചുരിദാറിന് എടുക്കുന്ന ലെങ്ത്തിനേക്കാളും 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം, എന്നാലായിരിക്കും ഭംഗി ഉണ്ടാവുക. നമ്മൾ എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് മാറ്റി. ഇനി മുകളിൽ 3.5 ഇഞ്ച് പ്ലസ് 4 ഇഞ്ച്. 3.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷോൾഡർ ടോട്ടൽ 7 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3.5 ഇഞ്ച്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടി തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് മുകളിൽ 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അവിടെ നേരെ താഴേക്ക് 17 ഇഞ്ച്. ഈ 17 എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടി ചേർക്കുക. ഇവിടെ വേസ്റ്റ് ലെങ്ത്ത് 14 ആണ്. അതിൻ്റെ കൂടെ 3 ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ 17 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും താഴെ ടോട്ടൽ വീതി എത്രയുണ്ടെന്ന് നോക്കാം. അതിൻ്റെ പകുതി അങ്ങ് അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ അങ്ങ് യോജിപ്പിച്ച് വരയ്ക്കാം. മുകളിൽ 4 എടുത്തതിൽ നിന്നും 17ലേക്ക് വരയ്ക്കുക. അവിടെ നേരെ നമ്മൾ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തില്ലേ, അതിലേക്ക് വരയ്ക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തങ്ങ് മാറ്റാം. കാണുമ്പോൾ കുറച്ച് ടഫാണെങ്കിലും തയ്ക്കാൻ ഈസിയാണ്. ഒന്ന് മനസ്സ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്കി പീസിനെ ഓപ്പോസിറ്റായിട്ട് ഇടും. അതായത് താഴ്ഭാഗം മുകളിലും മുകൾ ഭാഗം താഴെയുമായിട്ട് നമ്മൾ തിരിച്ചിട്ടു. ഇനി നമ്മളിതാ തേര് ഭാഗം വരുന്നില്ലേ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം, കട്ട് ചെയ്യാത്ത ഭാഗം, അത് നമ്മൾ നേരെ ഇങ്ങോട്ടും തിരിച്ചിട്ടു. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ചെയ്താൽ മതി. അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ നേരത്തെ 4 ഇഞ്ച് എടുത്തപ്പോൾ. ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ടങ്ങ് വെക്കുക. നമ്മളിപ്പോൾ ഇട്ട തുണി പീസ് ഫുള്ളായിട്ട് ഒരു പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നമുക്ക് ഈ പീസ് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. കറക്റ്റായിട്ട് വെച്ചിട്ട് താഴ്ഭാഗം വരെ നമുക്ക് പിൻ ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്ക് നോർമൽ നമ്മൾ ചുരിദാറിന് മെഷർമെൻറ്റ് എടുക്കുന്നത് പോലെ തന്നെ ഷോൾഡർ അടയാളപ്പെടുത്താം. 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം ആണ്. 6.5 ഇഞ്ച് താഴേക്ക് എടുത്തിട്ടുണ്ട്. ആ 6.5 ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. നമുക്കത് ലൈൻ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കാം. 13 ഇഞ്ച് 11 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇതിന് ഇട്ടിട്ടുള്ളത്. 13 ഇഞ്ച് ടോട്ടൽ എടുത്തു. ഇനി നമുക്കിതാ കേവ് വരച്ചിട്ടെടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള ആം ഹോൾ കർവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. കാണാത്തവർ കണ്ട് നോക്കണം, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. എന്നിട്ട് നമ്മളതൊന്ന് മെഷർ ചെയ്യാം. മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 10 ഇഞ്ചാണ് ആം ഹോൾ കർവ്. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് നോക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഇങ്ങനെ ഒന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. അതും എങ്ങനെയാണെന്ന് ഡീറ്റെയിൽഡ് വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് വിട്ട് അടയാളപ്പെടുത്തുകയാണ് 9.25 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കണം. 1.5 ഇഞ്ചാണ് സാധാരണ എടുക്കുന്നതെങ്കിൽ 2 ഇഞ്ച് അങ്ങ് അടയാളപ്പെടുത്തുക. 10.5 ഇഞ്ചിൽ ഞാൻ ബ്രസ്റ്റ് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 21 ഇഞ്ചിലാണ് ഞാൻ നമ്മുടെ ഹിപ്പ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഹിപ്പും കൂടി ഇതിന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് താഴെ ഒരു 1.5 ഇഞ്ചിലൊന്ന് കേർവ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ നിന്നും നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നിന്നും നേരെ താഴേക്ക് വരച്ചു കൊടുത്തു. താഴെ നമ്മൾ കേർവ് ചെയ്യുന്നത് തൂങ്ങി കിടക്കാണ്ടിരിക്കാനാണ്. താഴ്ഭാഗം അവിടെ കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ട്. നമുക്ക് പിന്നെ ഷേപ്പ് ചെയ്തെടുക്കാം തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം. നമ്മൾ വരച്ചെടുത്തോട് തന്നെ കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഒരൊറ്റ കട്ടിങ് ആദ്യത്തെ മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. അത് നമ്മളൊന്ന് കറക്റ്റായിട്ട് നോക്കി ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ 6 പാനൽ കുർത്തി നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടും. നമുക്ക് നമ്മുടെ വേസ്റ്റ് അടയാളപ്പെടുത്തിയതും അതുപോലെ ബ്രസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തിയതും താഴെ അതുപോലെ തന്നെ
ഹിപ്പ് അടയാളപ്പെടുത്തി ഒന്ന് കട്ട് മാർക്ക് ഇട്ട് കൊടുക്കാം, നോച്ചിട്ട് കൊടുക്കാം ചെറുതായിട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചെടുക്കണം. അതിന് സെൻറ്ററിൽ നിന്ന് ബാക്ക് ആം ഹോളിൻ്റെ 2 പീസ് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് ആം ഹോളിലേക്കുള്ള 2 പീസും ഒന്നിച്ച് വെച്ചിട്ട് കുഴിച്ചങ്ങ് വെട്ടിയെടുക്കുവാണ്. അവിടെ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. എന്നാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ പീസ് 2 എണ്ണം കിട്ടും. പിന്നെ ഇതാ ഇങ്ങനെ നമ്മൾ കിട്ടുന്നത് 4 പീസ് കിട്ടും. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കണം. 4 ഞാൻ മടക്കിയിട്ടിട്ടുള്ളത്. ഒരു ബോർഡർ ലൈൻ വരച്ചു. അവിടുന്ന് ടോട്ടൽ ലെങ്ത്ത് ഞാൻ 14 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ്. ഞാനത് വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്യുന്നത്. 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിടേണ്ടത്. ഇനി നമുക്കിത് വിത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. വിത്ത് 10 ഇഞ്ചാണ്, അതായത് ആം ഹോൾ കർവ് 10 ഇഞ്ചാണ് വരുന്നത്. അത് നമ്മൾ വിത്തായിട്ട് അടയാളപ്പെടുത്തി. ഇനി ഒരു 3.5 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് അടയാളപ്പെടുത്തുവാണ്. ഓക്കെ, അത് നമ്മളൊരു ലൈനായിട്ട് അങ്ങ് വരച്ചെടുത്തു. ഇനി നമ്മളിത് 1.5 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തി. അതിനുശേഷം ആ കോർണറിൽ നിന്നും 9.5 ഈ ലൈനിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തു. 10 ഇഞ്ചാണ് കർവ്, പക്ഷെ 9.5 ഇഞ്ച് വരുന്നതൊന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ 1.5 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തില്ലേ, ആ 1.5 ഇഞ്ചിൽ നിന്നും 9.5 അടയാളപ്പെടുത്തിയിലേക്ക് ലൈൻ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തു. ഫ്രീ ഹാൻഡിൽ വരച്ചാലും മതി, എന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മളിതാ ഈ ഒരു രീതിയിൽ ആ കേവ് ഷേപ്പിൽ അങ്ങ് വരച്ചെടുക്കുവാണ്. അധികം കേവ് ഒന്നും വേണ്ട, അത്യാവശ്യം ഒരു കേവ് പോലെ ഇതിൽ കാണുന്ന പോലെ അങ്ങ് വരച്ചെടുത്താൽ മതിയാവും. അത് കുറച്ച് വരച്ച് കഴിയുമ്പോൾ ബിഗിനേഴ്സിന് പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചെടുക്കണം. അതിനുവേണ്ടി ഈ പോർഷൻ്റെ സെൻറ്റർ ഓൾറെഡി നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തി. ആ സെൻറ്ററിൻ്റെ സെൻറ്റർ പിന്നെയും അടയാളപ്പെടുത്തിയിട്ട് ഒരു 1/2 ഇഞ്ച് താഴേക്ക് കൊടുത്തു. അതുപോലെ തന്നെ ആദ്യത്തെ ഹാഫിൻ്റെ സെൻറ്ററും കൂടി എടുത്തിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ ഒന്ന് കുഴിച്ചെടുക്കുക. രണ്ടാമത്തെ ഹാഫിൻ്റെ സെൻറ്റർ ആകുമ്പോഴാണ് നമ്മൾ ശരിക്ക് കുഴിക്കുന്നത്, മുകളിൽ നിന്ന് കുറച്ചെടുത്തിട്ട്. ഇത് നമ്മൾ ആദ്യം വരച്ചില്ലേ, അത് കറക്റ്റായിട്ടൊന്ന് മെഷർ ചെയ്തിട്ട് 10 എവിടെയാണ് വരുന്നത് അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 10 ആണ് നമ്മുടെ ആം ഹോൾ കർവ്. അവിടെ നിന്ന് നേരെ നമുക്ക് നമ്മുടെ സ്ലീവ് എൻഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് എൻഡ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. 6 + 1 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ഞാൻ 7 അടയാളപ്പെടുത്തിയത് കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നോച്ച് സെൻറ്റർ പോയിന്റിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ രണ്ട് ഫ്രണ്ട് ആം ഹോള് കുഴിച്ചെടുക്കണം. രണ്ടിൻ്റെയും ഫ്രണ്ട് നോക്കിയിട്ട് വേണം കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, തെറ്റിപ്പോകരുത്. ഇനി നമുക്ക് നെക്കാണ് ചെയ്യുന്നത്. ക്യാൻവാസ് നെക്കാണ്. 3.5 ഇഞ്ച് വിട്ടും 6 ഇഞ്ച് ലെങ്ത്തുമാണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കാണ്. നമ്മളിതാ ഒരു ബോക്സ് വരച്ചിട്ട് റൗണ്ടാക്കി വരച്ചു. എന്നിട്ട് 1 ഇഞ്ചിൽ നമ്മൾ അതുപോലെ തന്നെ ഒരു റൗണ്ടും കൂടി വരച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ആ സെൻറ്റർ പാർട്ട് കിട്ടിയിട്ടില്ലേ, 2 എണ്ണം, അതിൽ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചെടുത്തില്ലേ, ആ പാർട്ട് 2ഉം കൂടി വെച്ചിട്ട് ഇതാ 2 സൈഡിൽ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചെടുത്തത് മാറിപ്പോകരുത്. അതുപോലെ തന്നെ ബാക്ക് ആം ഹോൾ കുഴിച്ചെടുത്ത് 2ഉം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ്. ഇതാ നമ്മൾ ക്യാൻവാസ് നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ അത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമ്മളിതാ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് എടുത്തിട്ട് ഇങ്ങനൊരു പീസ് ഞാൻ വെക്കുന്നുണ്ട് നെക്കിന്. ഒരു 2 ഇഞ്ചിലാണ് ഈ പീസ് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് ആദ്യം മടക്കിയെടുത്തു. അത് കഴിഞ്ഞ് ഒന്നും കൂടി 1/2 ഇഞ്ച് മടക്കിയെടുത്ത് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടാണ് ഞാൻ പിടിപ്പിച്ചിട്ടുള്ളത്. ഇതാ നമ്മുടെ ബാക്കും കറക്റ്റായിട്ട് വന്നു. ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഷോൾഡർ അങ്ങ് ജോയിൻ ചെയ്തിട്ട് ഹാൻഡ് കൂടി ഞാൻ
അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് എൻഡ് അടിച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ സൈഡ് കറക്റ്റായിട്ട് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടു. അതുപോലെ ആം ഹോൾ കർവൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ വരച്ചെടുത്ത് താഴേക്ക് വരുമ്പോൾ ഹിപ്പിൻ്റെ താഴേക്ക് 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്തിട്ട് 2 സൈഡ് ഷേപ്പ് ചെയ്ത് അടിഭാഗം 1 ഇഞ്ചിലൊന്ന് മടക്കിയും കൂടെ അടിച്ചെടുക്കാം. ഇത് നല്ല കറക്റ്റായിട്ട് ഫ്ലെയർ ആയിട്ട് എടുക്കുന്ന കുർത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഇത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.